യുവനടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ പ്രമുഖ സംവിധായകൻ രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്ത് പോലീസ്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. സംഭവത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്ത കാരവാനുകളിൽ വരും ദിവസങ്ങളിൽ രഞ്ജിത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ ഏറ്റവും നിർണായകമായത് കാരവാനിലെ ശാസ്ത്രീയ തെളിവുകളും അന്ന് സെറ്റിലുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളുമാണെന്ന് പോലീസ് കരുതുന്നു. സംഭവം നടന്ന ദിവസം നടി കാരവാനിലിരുന്ന് കരഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത് കണ്ടവരുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത് പ്രതിക്ക് വലിയ തിരിച്ചടിയാകും. സിനിമയിലെ സഹപ്രവർത്തകർക്കും സെറ്റിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും സംഭവത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൊഴികൾ കോടതിയിൽ ഹാജരാക്കുന്നതോടെ പ്രോസിക്യൂഷൻ വാദത്തിന് കൂടുതൽ കരുത്തു പകരും. ആരോപണങ്ങൾ രഞ്ജിത്ത് നിഷേധിക്കുകയാണ്. എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ സംവിധായകന് എതിരാണ്. ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിൽ ഉപയോഗിച്ചിരുന്ന 2 കാരവാനുകളാണ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവ കൊച്ചി സിറ്റി പോലീസ് AR ക്യാമ്പിൽ അതീവ സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഇവയിൽ വിശദമായ പരിശോധന നടത്തും. നടിയുടെ പരാതിയിൽ പറയുന്ന സാഹചര്യങ്ങളും സ്ഥലവും ഒത്തുനോക്കുന്നതിനായി രഞ്ജിത്തിനെ ഇവിടെ നേരിട്ടെത്തിച്ച് തെളിവെടുക്കും. രഞ്ജിത്തിൻ്റേത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ അറസ്റ്റ് നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും രഞ്ജിത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പ്രതിഭാഗം അഭിഭാഷകൻ S. രാജീവ് വാദിച്ചു. തുടർന്ന് ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. സിനിമയുമായി ബന്ധപ്പെട്ട ഈ കേസും വലിയ തോതിലുള്ള ഗൂഢാലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നു.